ഒമ്പതാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള, അതായത് 100% സാധ്യതയുള്ള ഒരു ചോദ്യവുമായിട്ടാണ് സാറിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ചോദ്യം മറ്റൊന്നുമല്ല, ഉപന്യാസം തയ്യാറാക്കുക. പലപ്പോഴും എൻ്റെ കുഞ്ഞുമക്കളെല്ലാവരും ചെയ്യുന്ന കാര്യം ഉപന്യാസം കൃത്യമായി എഴുതാറുണ്ട്. കാരണം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് പലരും എഴുതാറുണ്ട്. പക്ഷേ പലപ്പോഴും ഒരു ഉപന്യാസം എഴുതുന്നതിൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ ഒരു ഘടന എന്താണെന്ന് പലപ്പോഴും അറിയാതെ, ആ ഘടനയുടെ പ്രത്യേകത അറിയാതെ പലപ്പോഴും നമ്മൾ വാരി വലിച്ച് എഴുതി വെക്കുകയും, എന്നാൽ പേപ്പർ നോക്കുന്ന അധ്യാപകൻ്റെ കയ്യിലുള്ള വാല്യൂ പോയിൻ്റ് അഥവാ മൂല്യനിർണയ ഉപാധി എന്ന് പറയുന്ന ഒരു പേജിൽ അതിൽ കൊടുത്തിരിക്കുന്ന ഉപന്യാസത്തിൻ്റെ ഘടനയുമായി നിങ്ങളുടെ ഉത്തരം തട്ടിച്ചു നോക്കുമ്പോൾ ആ പറഞ്ഞതിൽ പലതും ഇല്ലാതെ പോവുകയും, അതുകൊണ്ട് തന്നെ ഉപന്യാസത്തിന് പകുതി മാർക്കോ അല്ലെങ്കിൽ 2 മാർക്ക് കുറഞ്ഞോ ഒക്കെ നിങ്ങൾക്ക് വരുന്നത് സ്വാഭാവികമാണ്, അല്ലേ? ആ ഒരു മാർക്ക് കുറയാതിരിക്കാൻ എങ്ങനെയാണ് ഉപന്യാസം നമുക്ക് എഴുതേണ്ടതെന്നും എന്താണ് അതിൻ്റെ ഘടനയെന്നുമൊക്കെ പറയാനാണ് ഇന്ന് സാറ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഉപന്യാസം എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ തലക്കെട്ട് നിർബന്ധമാണ്. ഉപന്യാസം എഴുതുമ്പോൾ നല്ല ഒരു ശീർഷകം അല്ലെങ്കിൽ ഹെഡിങ്, അതുമല്ലെങ്കിൽ തലക്കെട്ട് കൊടുക്കണം, നിർബന്ധമാണ്. നമ്മൾ കണ്ടല്ലോ ഉപന്യാസത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ തന്നത് തന്നെ നിങ്ങൾ കണ്ടില്ലേ മക്കൾ അല്ലേ? ഇവിടെ ഉപന്യാസത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതുപോലെ തന്നെയുള്ള നല്ല ഒരു ശീർഷകം കൊടുക്കണമെന്നുള്ള, ഉപന്യാസത്തിൻ്റെ ഘടന എന്ന് കൊടുക്കണമെന്നല്ല കേട്ടോ സാറ് പറഞ്ഞത്. എന്താണോ ചോദ്യം തന്നിരിക്കുന്നത് അതിന് അനുസൃതമായ നല്ല ഒരു തലക്കെട്ട് നമ്മൾ കൊടുക്കണം. ആദ്യത്തെ കാര്യം മറന്നു പോകരുത്. പിന്നത്തെ കാര്യം ആമുഖം അഥവാ ഇൻട്രൊഡക്ഷൻ നിർബന്ധമാണ്. ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതും? തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന സമയത്ത് അത് എഴുതിയ ആളെക്കുറിച്ചുള്ള സൂചന എഴുതുക. ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് 2 ഉദാഹരണം ഇവിടെ വെച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ ഞാൻ കൂടുതൽ പറയാം. എഴുതിയ ആളിനെക്കുറിച്ച്, അതുപോലെ തന്നെ തന്നിരിക്കുന്ന കൃതിയുടെ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ, അവയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള നല്ല ഒരു ആമുഖം തയ്യാറാക്കണം. അപ്പോൾ മറന്നു പോകരുത്. പിന്നെയോ മധ്യഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ സെൻറ്റർ പോർഷൻ അഥവാ ആമുഖം കഴിഞ്ഞ് അടുത്ത ഭാഗം വരുന്നത്. ആ മധ്യഭാഗം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ കൃത്യമായ ആശയമായിരിക്കണം. മനസ്സിലായല്ലോ? എന്താണോ തന്നിരിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ കൃത്യമായ ആശയമായിരിക്കണം. അത് കഴിഞ്ഞാൽ ഉപസംഹാരം എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് നിങ്ങൾ ആ ചോദ്യം നമ്മോട് ചർച്ച ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടാകുമല്ലോ, അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാര മാർഗവും ഉണ്ടാകുമല്ലോ. അവയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നല്ല ഒരു ഉപസംഹാരവും നിങ്ങൾ എഴുതണം. ഇനി 4ാമത്തെ കാര്യങ്ങൾ പാരഗ്രാഫ് തിരിച്ചെഴുതുക. അതാണ് മധ്യഭാഗം, ഉപസംഹാരം, ആമുഖം എന്നൊക്കെ പറഞ്ഞാൽ ആമുഖം ഒരു പാരഗ്രാഫ് ആയിരിക്കണം. അതിൻ്റെ ആശയഭാഗം, മധ്യഭാഗം മറ്റൊരു പാരഗ്രാഫ് ആയിരിക്കണം. അതുപോലെ ഉപസംഹാരം മറ്റൊരു പാരഗ്രാഫ് ആയിരിക്കണം. മിനിമം 3 പാരഗ്രാഫ് എങ്കിലും ഉണ്ടാകണം. ഇനി നിങ്ങളുടെ ഈ മധ്യഭാഗം എന്ന് പറഞ്ഞാൽ 2ാമത്തെ പാരഗ്രാഫാണല്ലോ. ആ പാരഗ്രാഫ് നീട്ടി ഒരുപാട് എഴുതാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പറിൻ്റെ പകുതിയോളം എഴുതാനുണ്ടെങ്കിൽ, പകുതിയിലേറെ എഴുതാനുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് 2 പാരഗ്രാഫ് ആക്കാം. അതായത് 4 പാരഗ്രാഫ് വരെ ആകാം. മനസ്സിലായോ മക്കൾക്ക്? അപ്പോൾ ആശയഭാഗം തന്നെ 2 പാരഗ്രാഫിൽ ഉണ്ടോ എന്ന് നോക്കുക. അതല്ല ആശയഭാഗം ഒരു പാരഗ്രാഫിൽ ഒതുങ്ങുന്നതാണെങ്കിൽ ഒരു പാരഗ്രാഫ്, അതുപോലെ കൺക്ലൂഷൻ ഭാഗം, ഉപസംഹാര ഭാഗം മറ്റൊരു പാരഗ്രാഫ് ആയിരിക്കണം. ഇങ്ങനെ ഈ ഘടന ഒക്കെ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഘടനയൊക്കെ പാലിച്ചുകൊണ്ട് നിങ്ങൾ എഴുതുന്ന ഒരു ഉപന്യാസമാണ് ഏറ്റവും നല്ല ഉപന്യാസം. കാരണം നിങ്ങൾക്ക് കൊടുക്കുന്ന വാല്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തലക്കെട്ടിന് മാർക്ക്, ആമുഖം എഴുതിയിട്ടുണ്ട്, ആശയം വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഉപസംഹാര ഭാഗം കുട്ടി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് മാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്തരം ഘടന പാലിച്ചുകൊണ്ടുള്ള എഴുത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ തലക്കെട്ട് നിർബന്ധമാണ്. ഹെഡിങ് കൊടുക്കണം, അതും ബാനർ ഹെഡിങ് ആയിരിക്കണം. ഉപന്യാസത്തിൻ്റെ ഘടന എന്നൊക്കെ എഴുതിയതുപോലെയുള്ള നല്ല ഒരു ഹെഡിങ്. അത് ഹെഡിങ് എന്തായിരിക്കണം? തന്നിരിക്കുന്ന ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ശീർഷകത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്നായിരിക്കും പലപ്പോഴും ചോദിക്കുക. അങ്ങനെ വരുമ്പോൾ ആ ശീർഷകം തന്നെ എഴുതിയാൽ മതി.
മധ്യഭാഗത്ത് വൃത്തിയായി എഴുതി ഒരു വര വരച്ച് എന്നിട്ട് അതിന് താഴെ എങ്ങനെ കുറച്ച് ആ ലൈനിൽ നിന്നും കുറച്ചൊന്ന് വിട്ട് എഴുതണം. എന്നിട്ട് ആമുഖം എഴുതുക ഒരു പാരഗ്രാഫിൽ. അതുപോലെ മധ്യഭാഗം, വീണ്ടും ഞാൻ പറയുന്നു, മധ്യഭാഗം അടുത്ത പാരഗ്രാഫാണ്. ആ മധ്യഭാഗം ഒരു പാരഗ്രാഫിൽ ഒതുങ്ങില്ല എന്ന് തോന്നിയാൽ അതേ ആശയത്തെ നമുക്ക് രണ്ട് പാരഗ്രാഫാക്കി എഴുതാം. അവസാനം ആ ഉപസംഹാരം എന്ന് പറയുന്ന ഭാഗവും പാരഗ്രാഫാക്കി തിരിക്കണം. ഇത്രയുമാണ് ഒരു ഉപന്യാസം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. നോക്കൂ, നിങ്ങൾ 2025-26 വന്ന ഒരു ചോദ്യമാണ്. ഭൂമിയാകുന്നു നാം എന്നത് ഉന്നതമായ തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവില്ലാത്തതാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സംഘർഷങ്ങളുടെ, പരിസ്ഥിതി നാശത്തിൻ്റെയും കാരണം. തന്നിരിക്കുന്ന പ്രസ്താവനയും ആന ഡോക്ടർ പുളിമാവ് വെട്ടി എന്ന രചനയിലെ ആശയവും സമകാലിക സംഭവങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് പരസ്പരാശ്രിതത്വമാണ് നിലനിൽപ്പിന് ആധാരം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അങ്ങനെയെങ്കിൽ എൻ്റെ കുഞ്ഞുമക്കൾക്ക് എന്ത് ചെയ്യാം? ഉപന്യാസത്തിൻ്റെ ശീർഷകമായി ഇത് തന്നെ കൊടുക്കാം. എന്ത്? പരസ്പരാശ്രിതത്വമാണ് നിലനിൽപ്പിന് ആധാരം എന്ന ശീർഷകം കൊടുത്തു. അപ്പോൾ എന്തായി? നമ്മുടെ ഉപന്യാസത്തിൻ്റെ ആദ്യ ഘടനയായി തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ശീർഷകം കൊടുത്തിട്ടുണ്ട്. അടുത്ത നോക്കൂ, ഭൂമിയെക്കുറിച്ചുള്ള ചില സൂചനകളാണ്. ഭൂമിയാകുന്നു നാം എന്നത് ഉന്നതമായ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവില്ലാതെയാകുന്ന മനുഷ്യൻ പ്രകൃതിയും തമ്മിലുള്ള സംഘർഷത്തിനും പരിസ്ഥിതി നാശത്തിനും കാരണം എന്നുള്ള പ്രസ്താവന ഏറ്റവും ഉചിതമാണ്. ആ പ്രസ്താവനയിലേക്ക് വെളിച്ചം വീശുന്ന രണ്ട് പാഠഭാഗങ്ങൾ തന്നെയാണ് ആന ഡോക്ടർ, ജയമോഹൻ്റെ ആന ഡോക്ടർ എന്ന പാഠവും അതുപോലെ തന്നെ ഇടശ്ശേരിയുടെ പുളിമാവ് വെട്ടി എന്നുള്ള പാഠവും എന്ന് നമുക്ക് നിസ്സംശയം പറയാം. രണ്ടിലെയും ആശയം പരിസ്ഥിതി ബോധം തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു ആമുഖം എഴുതുന്നു. അതിനുശേഷം ആന ഡോക്ടർ, നമുക്കറിയാം, മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരത, അത് പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് ഏൽപ്പിക്കുന്ന പരിക്ക്, അതുകൊണ്ടുണ്ടാകുന്ന നാശം എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, അല്ലേ? ആളുകൾ വലിച്ചെറിഞ്ഞ കുപ്പികൾ ചവിട്ടി കുപ്പിച്ചില് കയറിയാണ് കുട്ടിയാനയ്ക്ക് മുറിവേൽക്കുന്നത്. അത് മനുഷ്യൻ്റെ വലിച്ചെറിയൽ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് കാണാം, അല്ലേ? എന്തും വലിച്ചെറിയുക എന്നൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ അത് ഏറെക്കുറെ എന്ത് ചെയ്യപ്പെടുന്നു? പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് തന്നെ വിനാശം സംഭവിക്കുന്നു. പ്ലാസ്റ്റിക്കുകൾ അടിഞ്ഞുകൂടി മണ്ണിലേക്ക് മണ്ണിന് വെള്ളം വലിച്ചെടുക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഒരു വലിച്ചെറിയൽ സംസ്കാരത്തെ എങ്ങനെയെല്ലാമാണ് പരിസ്ഥിതിക്ക് നാശം വരുത്തുന്നത് എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്ന പാഠമാണ് ആന ഡോക്ടർ ആന ഡോക്ടർ എന്ന പാഠഭാഗത്തിൻ്റെ ആശയത്തിൻ്റെ ഒരു ചുരുക്കവും നിങ്ങൾ ആദ്യം എഴുതുന്നു. പിന്നീട് ഇതേ ആശയത്തിൻ്റെ മറ്റൊന്നാണ് പുളിമാവ് വെട്ടി എന്ന് പറയുന്നത്. ആ നാട്ടിലെ കുട്ടികൾക്കെല്ലാം കളിസ്ഥലമായിരുന്നവർക്ക്, അവിടെ ദേവന്മാരുടെ പൂക്കുന്ന സമയത്ത് ദേവന്മാർ കുടികൊണ്ടിരുന്ന ആ ഒരു മുത്തശ്ശി, ഒരുപാട് തലമുറകളുടെ കഥ പറഞ്ഞ ആ മാവ് മുത്തശ്ശിയെ സ്വാർത്ഥതയുടെ പേരിൽ പണം സമ്പാദിക്കാനായി വെട്ടിമുറിച്ച് പലക പിടിക്കാൻ വേണ്ടി ഉടമ അച്ചാരം കൊടുത്തിരിക്കുന്നു. പ്രകൃതിയിലെ മാവിൻ്റെ നാശത്തോടു കൂടി പലതും നഷ്ടപ്പെടുന്നു. കിളികൾക്ക് അതിൻ്റെ പച്ചത്തണൽ നഷ്ടപ്പെടുന്നു. ആളുകൾക്ക് ജീവാമൃതം നൽകിയിരുന്ന പൂത്തിരി കത്തിക്കും പോലെ പൂക്കുല കാണിച്ച് തേൻകനി ഊട്ടിയ ആ മാവിൻ്റെ നാശം പ്രകൃതിയുടെ നാശം മാത്രമല്ല, മാനവന് പല നഷ്ടങ്ങളും വരുത്തുന്നുണ്ട് എന്ന സൂചനയിൽ എഴുതിയിട്ട് കൺക്ലൂഷൻ പാർട്ടിൽ നമ്മൾ എന്ത് എഴുതണം? നാം പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളുണ്ടെങ്കിൽ പരിസ്ഥിതി എന്നുള്ളതല്ല, പകരം പരിസ്ഥിതി ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ട് എന്നുള്ള അവസ്ഥയാണ്. പരിസ്ഥിതിയുടെ ഓരോ നാശവും നമ്മിലുണ്ടാക്കുന്ന പ്രത്യാഘാതം പ്രവചനാതീതമാണ്. അത് 2018-ലും 2023-ലൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയുടെ കാവലാളാകാൻ, പരിസ്ഥിതിയുടെ കാവലാളാകാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം. ആ ഒരു കാലഘട്ടമായിരിക്കും ഏറ്റവും നല്ല ജീവൻ്റെ നിലനിൽപ്പിൻ്റെ കാലഘട്ടം എന്നുള്ള കൺക്ലൂഷൻ കൂടി എഴുതിയാൽ ആ ഉപന്യാസം എന്തായി? ഉപന്യാസത്തിൻ്റെ ഘടനയായി. തന്നിരിക്കുന്ന പാഠഭാഗത്തിൻ്റെ ആശയത്തെ ചുരുക്കി എഴുതണം. ആ ആശയത്തിൽ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട ആശയം തന്നെയാണോ ആ പാഠഭാഗങ്ങളിൽ ഉള്ളത് എന്നുള്ളത് പരിശോധിക്കണം. അതിനുശേഷം അതില്ലായ്മ ചെയ്തുകൊണ്ട് ജീവിതം സുന്ദരമാക്കാനുമുള്ള അതിൻ്റെ ഒരു
എന്തായിരിക്കണം, പോസിറ്റീവ് സൈഡായിരിക്കണം നമ്മൾ കൺക്ലൂഷൻ പാർട്ടിൽ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യത്തെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഒരു മറ്റൊന്നും കൂടെ നോക്കൂ നിങ്ങൾ. തൂമ്പ കൊണ്ട് മണ്ണ് നീക്കിയതും ചുവന്ന ശംഖു പോലെ മണ്ണിൽ കമിഴ്ന്നു കിടക്കുന്ന കൂറ്റൻ കിഴങ്ങുകൾ, അവർക്ക് അതിലൊന്നും അതിശയം തോന്നിയില്ല. അവർ നഷ്ടങ്ങളെപ്പറ്റി ആ നിമിഷം വരെ ആലോചിക്കുകയോ ആകുലപ്പെടുകയോ ചെയ്തില്ല. ചിരിയും പ്രശംസാ വചനങ്ങളും പിന്നാലെ പണവും പ്രവഹിച്ചു. പിന്നീട് വേദിയിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്നതിനായി അമ്മ വന്നപ്പോൾ ആ സാന്നിധ്യം വമ്പിച്ച കരഘോഷത്തിന് കാരണമായി. ചിരിയുടെ അരങ്ങേറ്റം. പാഠഭാഗങ്ങളുടെ വായനാ തിരിച്ചറിവുകൾ നമുക്ക് നൽകുന്നുണ്ടല്ലോ. ഈ പാഠഭാഗങ്ങളുടെ അവയുടെ അടിസ്ഥാനമാക്കി ജീവിത വിജയവും വായനയും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ വായനയെ സംബന്ധിച്ചുള്ള ഉപന്യാസമാണ്. അപ്പോൾ നമുക്ക് ജീവിത വിജയവും വായനയും അത് തന്നെ മതി എന്തിന്, ശീർഷകം കൊടുക്കാൻ. അതിനുശേഷം സന്തോഷ് എച്ചിക്കാനത്തിൻ്റെയും ചിരിയുടെ അരങ്ങേറ്റം എന്ന പാഠത്തിൻ്റെയും ആശയതലത്തിൻ്റെ സമ്മറി ഇൻട്രൊഡക്ഷൻ എഴുതുക. മുകളിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന ആ ഒരു ആത്മകഥാംശമുള്ള കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായ സുജിത്തും സുമതിയും അവരുടെ മധുരക്കിഴങ്ങ് കൃഷിയും അത് മറ്റുള്ളവർക്കെല്ലാം അത് നഷ്ടമായപ്പോൾ ഇവർക്ക് ധാരാളം കിഴങ്ങ് കിട്ടിയതും അതിൽ അവർക്ക് അത്ഭുതമില്ലായിരുന്നു. കാരണം അവർ നഷ്ടത്തെക്കുറിച്ച് ഓർത്തിട്ടില്ലായിരുന്നു എന്നുള്ള ഭാഗവും അതോടൊപ്പം തന്നെ ചിരിയുടെ അരങ്ങേറ്റത്തിലെ ഭാഗവും ഒരു ആമുഖമായിട്ട് അതിൻ്റെ ചെറു സമ്മറി എഴുതുക. അതിനുശേഷം മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആശയതലം, അതുപോലെ തന്നെ ചിരിയുടെ അരങ്ങേറ്റം എന്ന് എഴുതിയിട്ട് ഇവയെല്ലാം നമുക്ക് നൽകുന്ന വായന അനുഭവം വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വായന എങ്ങനെയെല്ലാം മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്നു എന്ന ആശയതലത്തിലേക്ക് വരത്തക്ക രൂപത്തിലായിരിക്കണം ആശയതലം. ഇനി ഏറ്റവും ലാസ്റ്റ് തലം എന്താ, ഉപസംഹാര തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വായന ഇന്ന് നമ്മളിൽ നിന്നും അകന്നു പോകുന്നുണ്ട് അല്ലെ, പുതിയ തലമുറയിൽ നിന്നും വായന അകന്നു പോവുകയും പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് മനസ്സും ശരീരവും കണ്ണും എല്ലാം നമ്മൾ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഭാവന കാണാനുള്ള മഹത്തായ ശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. വായന നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ വായനയിലൂടെ ഭാവനയുടെ മഹത്തായ ലോകങ്ങൾ കീഴടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ള കൺക്ലൂഷനാണ് എഴുതേണ്ടത്. അപ്പോൾ ഉപന്യാസം എഴുതാൻ കൃത്യമായി മനസ്സിലായ എൻ്റെ കുഞ്ഞു മക്കൾക്ക് ഓക്കെ ആണോ മക്കളെ? ഓക്കെ. അപ്പം ഓൾ ദി ബെസ്റ്റ്.